नमस्ते जी। हाँ नमस्ते जी। तुम्हारे क्या है? अदायद हमारा मामा का कर है, परंतु आने वाले ट्रेन नंबर 000 प्लाटफॉर्म नंबर देखो कितने के बाद എന്റെ പൊന്നു ചേട്ടാ, മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവും. ഞാൻ കുറെ നാളെ ഇവിടെ വന്നിട്ട്. അത് നിനക്ക് നേരത്തെ പറയാമല്ലോ, ആവശ്യമില്ലാത്ത ഹിന്ദി മുഴുവൻ പറഞ്ഞ് പ്രശ്നമായില്ലേ? ഞങ്ങൾ കുറെ നാളെ ഇവിടെ വന്നിട്ട്. അതെ, ഞാൻ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഇതെന്റെ വീടാണ്. ഇത് ചേട്ടന്റെ വീടാണോ? ആണ്. അയ്യോ സോറി ചേട്ടാ, മാറിപ്പോയി, വീട് മാറിപ്പോയി. അല്ല, ഇവനായിരിക്കും ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. എന്താ ചേട്ടാ? അതെ, ഈ കാണുന്ന വീടുണ്ടല്ലോ, അതെന്റെ സ്വന്തം വീടാണ്. ഇത് ചേട്ടന്റെ വീടാണോ? അയ്യോ സോറി ചേട്ടാ, വീട് മാറിപ്പോയി. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവനങ്ങ് ചാക്ക് എടുത്തോണ്ട് പോവുള്ളൂ. ഇത് വേണടാ. എന്താ ചേട്ടാ? ഇതെന്താ ചാക്കിന്റെ അകത്ത്? ഇത് ബോംബ്. ബോംബോ? അയ്യോ നാട്ടുകാരെ, ഈ അതിഥി തൊഴിലാളി ബോംബുമായിട്ട് വന്നേക്കുവാണ്. ബോംബല്ല, ഗോതമ്പ്. ഗോതമ്പിനാണോ ബോംബെന്ന് പറഞ്ഞത്? അതെ, ജെവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ അമ്മാവനെയാ പറയേണ്ടത്. സുന്ദരിയായ ഒരു പെണ്ണ് ഇവിടെ നിൽക്കുമ്പോ ഈ ബായിക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്നും പത്രം എടുക്കുമ്പോ ഞെട്ടുക. എത്ര ഭായിമാരാ മലയാളി പെണ്ണുങ്ങളെ കെട്ടുന്നത്. ഇവന്റെ സ്വഭാവം വെച്ച് എന്റെ പെണ്ണെ തട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണല്ലേ. അല്ല ചേട്ടാ, ഈ സാധനം കെട്ടിപ്പറിക്കൊണ്ട് വിട്ടോ. എങ്ങോട്ട് പോവാൻ? നിന്റെ വീട്ടിൽ പോടാ. ചേട്ടാ, എന്റെ വീട് ഇതാണ്. അതെങ്ങനെ നിന്റെ വീട് ഇതാക്കും? ഞാനിവിടെ താമസിക്കുന്നത് എത്ര വർഷമായി? എടാ, നിന്റെ വീട് ബംഗാളിലല്ലടാ. എന്റെ വീട് ഇവിടെയാണ്. എടാ, നിന്റെ വീട് ബംഗാളിലാണ്. പോടാ. എന്റെ വീട് ഇവിടെയാണ്, ഞാൻ ഇവിടെ താമസിക്കും. എടാ, നിന്റെ സാധനം കെട്ടിപ്പറിക്കൊണ്ട് പോയാലും എല്ലാം എടുത്തറിയാം. ചേട്ടൻ പറ്റില്ല, ചേട്ടൻ പോ. ചേട്ടൻ എടുക്കാൻ പോലെ നിന്നെ ഇന്ന്. അയ്യോ എന്റെ ദൈവമേ. ചേട്ടൻ പോ. നിന്നെ എടുത്തോളാട്ടോ. എടുക്കാൻ പറയാ. अरे छोटू आएगा? पंकज செம்பகமே செவ பழகே சிலங்க கெட்டிய சிறு பழகே செந்தமிழ் மைமே சிறு செவ்வந்தி தேனே கண்ணாரே உனக்கு கம்மலி டணிங்கோருங்கடி தடக்கிலுக்கண நடக்கடி பொண்ணு ഒട്ടാപ്പകലൊരു ബംഗാളിക്ക് ഒരു പെണ്ണിനെ കയറി പിടിച്ചു. അയ്യോ, ये मेरा पति है. ഇത് പാതിയൊന്നല്ല, ഇത് മുഴുവനായിട്ടുള്ളത്. അതെന്റെ ഭർത്താവാ, ചോട്ടു ഭായ്. അയ്യോ പാവം, അടിച്ചല്ലേ നിന്റെ ഭർത്താവ്. എന്ത് കണ്ടിട്ടാടി ഇവരെ കിട്ടിയത്? എന്നെ വർഗീസ് ആണോ? പക്ഷെ അത് അജു വർഗീസ് ആയി പോയി. എന്ത് കണ്ടിട്ടാണ് നീ ഇവരെ കെട്ടിയത്? എന്ത് കണ്ടിട്ടാണെന്നോ? നേരം വെളുക്കുന്ന ടാപ്പിങ്ങിന് പോവും, പത്രം ഇടാൻ പോവും, അത് കഴിഞ്ഞ് വാർക്കപ്പണിക്ക് പോവും, പിന്നെ സെക്യൂരിറ്റി പണിക്ക് പോവും, പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ ടിപ്പർ ഓടിക്കാൻ പോവും, പിന്നെ വീണ്ടും പത്രം ഇടാൻ പോവും, ടാപ്പിങ്ങിന് പോവും. ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് തന്നെ ഞാൻ കെട്ടിയത്. എന്താ എടാ ഭീകരം, അപ്പൊ നിനക്ക് ഉറക്കമില്ലടാ? ചേട്ടാ, ഞാൻ രാത്രി ടിപ്പർ ഓടിക്കൂലേ? രാത്രി 12 മണിക്ക് 6 വരെ. അപ്പൊ ടിപ്പർ ഓടിക്കുമ്പോ തന്നെ ഉറങ്ങും. അന്ന അണ്ണ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മള് പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഒന്നും അല്ല വേണ്ടത്, നമ്മളെ നന്നായിട്ട് നോക്കുന്ന ഒരു ചെറുക്കൻ മതി. അത് ബംഗാളി ആയാലും മലയാളി ആയാലും ആരായാലും കുഴപ്പമില്ല. പെണ്ണിനെ പൊന്നു പോലെ നോക്കുന്ന ഒരു ചെറുക്കൻ മതി. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ കെട്ടിയാ പോരായിരുന്നോ? എന്നെ നോക്കിയിരിക്കാനല്ല പറഞ്ഞത്, എനിക്ക് അധ്വാനിച്ചോണ്ട് തരണം. ഞങ്ങൾക്ക് 6 പിള്ളേരുണ്ടെണ്ണ. എന്റെ ദൈവമേ, നീ ഗതി പിടിക്കുകയല്ലടി. ഞാൻ ഗതി പിടിക്കത്തില്ല. ശരിയാക്കി തരാട്ടോ. ഞാൻ എന്റെ ഗ്രൂപ്പിലൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. അതെ, പണിയെടുക്കാതെ പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ പോകുന്ന ഗ്രൂപ്പിലുള്ള എന്റെ കൂട്ടുകാരറിയുന്നതിന് ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് പെട്ടെന്ന് പെണ്ണ് കെട്ടിക്കൊള്ളുക. അല്ലെങ്കിൽ മഷിയിട്ടേക്കാളും ഒരു പെണ്ണിനെ പോലെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതെല്ലാ ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് തരും. ഓക്കെ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അയ്യോ, ഈ ഭ്രാന്തൻ എന്നെ ചാക്കിലെറിഞ്ഞ് കൊല്ലാൻ പോണേ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.